ഗുഡ് മോർണിംഗ് എവരിബഡി. എൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഡിസ്ക് ഫൗണ്ടേഷൻ, ഇ സേഫ് സൊസൈറ്റി എന്ന ഈ രണ്ട് സംഘടനകളുടെ ഫൗണ്ടറും സിഇഒയുമാണ്. ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ റെക്കോർഡ് ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത, അതായത് ചൈൽഡ് പോർണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വന്നപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിക്കേണ്ടായി. അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? നമുക്ക് പലതും ചെയ്യാൻ പറ്റും. എന്താണ് ഈ വിഷയം? എത്രമാത്രം ഇത് പ്രോബ്ലം ഉണ്ട്? എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ അവലോകനം നടത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രസൻറ്റേഷനിൽ ഞാനത് കാണിച്ചു തരാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വേണ്ടത്ര കപ്പാസിറ്റി ഈ വിഷയത്തിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഖേദകരമായ ഒരു ദുഃഖം. സോ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പറയുന്നത്, UN ഒരു ടെർമിനോളജി പ്രകാരം ചൈൽഡ് അബ്യൂസ്ഡ് മെറ്റീരിയൽസ് എന്നാണ് ഇതിനെ പറയാം. ചൈൽഡ് പോർണോഗ്രാഫി എന്നല്ല. ചൈൽഡ് പോർണോഗ്രാഫിയും അബ്യൂസ്ഡ് മെറ്റീരിയൽസും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, പോർണോഗ്രാഫി എന്ന് പറയുന്നത് പരസ്പര സമ്മതത്തോടു കൂടി എടുക്കുന്നൊരു വീഡിയോ അല്ലെങ്കിൽ നഗ്ന വീഡിയോയെയാണ് പോർണോഗ്രാഫി എന്ന് അതിൻ്റെ ടെർമിനോളജിയിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഒരു കുട്ടിയുടെ അനുവാദമുണ്ടെങ്കിൽ പോലും ആ എടുക്കുന്ന വീഡിയോ, അതിനുവേണ്ടി റെക്കോർഡ് ചെയ്യുന്ന ആ വീഡിയോ അല്ലെങ്കിൽ എടുക്കുന്ന ഫോട്ടോഗ്രാഫ് ഒരിക്കലും അത് ആ കുട്ടിയുടെ അനുവാദത്തോടു കൂടിയല്ല. കാരണം 18 വയസ്സ് കഴിയാത്തൊരു കുട്ടിക്ക് കൺസെൻറ്റ് ചെയ്യാൻ പാടില്ല, അവകാശമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ശരിയല്ല, അത് നിയമപരമായി നിയമ സാധുതയില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു അബ്യൂസാണ്, ഇതൊരു ക്രൈമാണ്. ഒരു ക്രൈം ചെയ്യുന്നു, അത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു എന്ന രീതിയിലാണ് ഈ വിഷയത്തെ കോടതിയും ഗവൺമെൻറ്റും പോലീസും നോക്കിക്കാണേണ്ടത് എന്നുള്ളതാണ് ആദ്യമായി വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള പ്രയോഗത്തിൽ ചൈൽഡ് പോർണോഗ്രാഫി എന്നതിന് പകരം അധികവും ചൈൽഡ് അബ്യൂസ്ഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതാണ് ഇൻ്റർനാഷണൽ ടെർമിനോളജി. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്ന വാർത്ത, കുട്ടികളുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് കൂടുതൽ ആളുകൾ പിടിയിലാവും, അതുമായി ബന്ധപ്പെട്ട വാർത്ത. ഇത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. ഇത് സത്യത്തിൽ ഒരു പുതിയ വാർത്തയല്ല. ഇത് എത്രയോ മുന്നേ തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് ഇതിൻ്റെ മോട്ടോ? എന്താണ് ഇതിൻ്റെ മോട്ടിവേഷൻ? എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വേള എനിക്ക് പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ പഠനത്തിന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇത് പണം തന്നെയാണ് ഇതിൻ്റെ മോട്ടോ. ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് പ്രധാനപ്പെട്ടും ഇത് സംഭവിക്കുന്നത്, ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാനൊരു കുറച്ച് ഷോക്കിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു ദിവസം ഒരു രാവിലെ നേരം വെളുത്ത് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ 130 കുട്ടികൾ മിസ്സിംഗ് ആണ് എന്നുള്ളത് നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ അവരുടെ സ്റ്റഡി അനുസരിച്ച് റിപ്പോർട്ടഡ്ലി മിസ്സിംഗ് 130 എന്ന് വെച്ചാൽ അല്ലാത്ത എത്രയോ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, ഇൻ അബൌട്ട് 90,000 ചിൽഡ്രൻ were reportedly missing in 2011, in which 34,000 were not traceable. 34,000 കുട്ടികളെ 2011 കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 34,000 കുട്ടികളെ. അത് 65,000 കുട്ടികൾ നഷ്ടപ്പെട്ട് 2013 ആയപ്പോൾ 77,000 കുട്ടികൾ നഷ്ടപ്പെടുന്നു. 73,000 കുട്ടികൾ 2014 ആകുമ്പോൾ നഷ്ടപ്പെടുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് പല അപ്രോക്സിമേറ്റ്ലി 50%, 40% ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എവിടെയാണ് ഈ കുട്ടികൾ പോകുന്നത്? ഏത് ഇൻഡസ്ട്രിയിലേക്കാണ് ഇത് പോകുന്നത്? ഇന്ന് ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മുടെ ഡിസ്കഷൻ. നമ്മുടെ ഒരു കുഞ്ഞ്, അത് തെരുവിലുള്ള ഒരു കുട്ടിയാവട്ടെ, അതൊരു കുട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ തിരിച്ച് കിട്ടുന്നില്ല, ആ കുട്ടി എവിടെയോ മൺമറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്തോ ഒരു അവ്യക്തതയുണ്ട്, എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടികൾ എവിടേക്കാണ് പോകുന്നത്?
the number of untraced children in the country has increased by 84% between 2013 and 2015. Untraced children, the CRI എന്ന് പറയുന്ന ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ സ്റ്റഡിയാണ് ഇത് പലതും നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോ എന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോ ആവട്ടെ ഈ വിഷയത്തിൽ ഏറ്റവും എന്താ പറയുക കുറഞ്ഞ ഇൻഫർമേഷനാണ് ഇവർ എടുത്തുള്ളത്. കാരണം റിപ്പോർട്ടഡ് ചെയ്തിട്ടുള്ള കേസുകൾ മാത്രമേ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ അൺട്രേസബിൾ ആയിട്ടുള്ള കുട്ടികൾ എത്രയോ ഉണ്ട് എന്നുള്ളതാണ് സത്യം. നോക്കൂ, ഇന്ത്യയിൽ ചൈൽഡ് പോർണോഗ്രാഫി ഇന്നലെ തുടങ്ങിയ വിഷയമല്ല. ഇത് വളരെ മുന്നേ തന്നെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്. ഇന്നാണ് നമ്മളേറ്റവും കൂടുതൽ ഈ വിഷയം വന്നില്ലേ. ഇത് ഒരു റിപ്പോർട്ടാണ്. ഡിസ്പൈറ്റ് ക്രാക്ക് ഡൗൺ, ഇന്ത്യ എമേർജ് ആസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആൻഡ് കൺസ്യൂമേഴ്സ് ഓഫ് ദ ചൈൽഡ് പോൺ. Police has arrested an American national for circulating child porn. 42-year-old U.S. citizen James Kirk Jones worked for an MNC law firm in Hyderabad. He was arrested following an Interpol tip about an IP address from which child porn content was being circulated. The cybercrime wing cracked down on James Kirk Jones to his residence in Madhapur area. Police have recovered a laptop, an external hard drive and an iPhone containing adult pornography. Jones has now been remanded to judicial custody on Tuesday. $30,000 child porn videos been found. ഇതാണ് മറ്റൊരു വാർത്ത. ഇത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല സത്യത്തിൽ. നമുക്ക് ഫർദറായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പോർണോഗ്രാഫി കേസ് അപ് ടു 100%. ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സുകൾ മാത്രമാണ്. എത്രയോ കേസുകളിൽ ഇത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈവൻ ഇതിനകത്ത് കാണാൻ നിങ്ങൾക്ക് ചൈൽഡ് പോർണോഗ്രാഫി, ഇൻക്ലൂഡിങ് ചൈൽഡ് പോർണോഗ്രാഫി, അതായത് പോർണോഗ്രാഫിയോടുള്ള ഇൻട്രസ്റ്റ് ആളുകൾക്ക് കൂടി അത് അൾട്ടിമേറ്റ്ലി ഡീവിയൻ ചെയ്ത് ചൈൽഡ് പോർണോഗ്രാഫിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു പ്രവണതയാണ് ആഗോളതലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ സെക്ഷൽ അബ്യൂസ് ഓഫ് ചിൽഡ്രൻ ഇൻക്രീസ്ഡ് വെരി ഹൈ ഇൻ ഇന്ത്യ. നമുക്കറിയാം കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ. അപ്പോൾ ഈ നഷ്ടപ്പെടുന്ന കുട്ടികൾ എവിടേക്കാണ് പോകുന്നത് എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ അലാമിംഗ് ആയിട്ടുള്ള, ഈ ഷോക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു പ്രവണത എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നോക്കി കാണാൻ കഴിയും. ഇൻ്റർപോൾ അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മിക് മൊറാൻ, ഇന്റർപോളിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ, ഈ വിഷയത്തിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. Operation Laminar started with an undercover operation in the Department of Internal Affairs in New Zealand. They were working undercover in what's known as Facebook groups, which are groups set up on Facebook to allow people to form communities. And one of the communities, unfortunately, formed on there is a community of sex offenders. And these sex offenders share child abuse material with each other. And the undercover officers were in there and were able to identify a number of top individuals in these groups. And Operation Laminar is where those individuals' details have been distributed to member countries of Interpol. Surrounding the internet and the revolution surrounding technology like digital cameras, high definition video cameras, means that it's easier now. It's the whole thing has been facilitated. The whole area of child abuse being recorded and shared has been facilitated hugely by these advances in technology. The result is a massive increase in child abuse material on the internet. Requires first and foremost resources. It requires, resources at a national level, resources at a regional level. And then of course, if you have many different, a complex policing environment like in some countries, then there has to be cooperation at a national level. And then, the realization comes very soon after that there needs to be cooperation at an international level because there's no borders involved here. Yeah. സോ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ഇത് ഇൻ്റർപോളിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ബാക്ക് ഇൻ 2014 എനിക്ക് വന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നോക്കൂ, നിങ്ങളതിനകത്ത് പറയുന്നത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഷെയിംഫുൾ ദാറ്റ് വിത്ത് ദ പോപ്പുലേഷൻ ഓഫ് 1.27 ബില്യൺ പീപ്പിൾ ആൻഡ് ഗ്രോയിങ് യു ഹാവ് 6.5 ചിൽഡ്രൻ. അന്ന് അവരുടെ റിപ്പോർട്ട് 6.5 ചിൽഡ്രൻ ആണ്. പക്ഷേ ഇന്ന് അത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ 100+ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആണ്. യെറ്റ് ഇൻ്റർപോൾ യെല്ലോ നോട്ടീസ് ആർ നോട്ട് ബീൻ ഡൺ and you have no national database to track our missing children. Indian children images are being placed on the internet, yet no one is doing a victim identification to rescue, to try and find who these victims are. ഇത് വളരെ ഖേദകരമായ ഒരു സത്യമാണ്. അദ്ദേഹം ആ ഇമെയിലിൻ്റെ അവസാനത്തിൽ പറയുകയാണ്, what I can tell you is that Interpol Crime Against Children team stands ready to help India in any way we can to assist India in finding, rescuing and preventing abuse against Indian children. We don't have the time and resource to spin our wheel. India has to help itself, and doing so, we will stand hand in hand with India to accomplish these goals. Someone has to care other than Interpol and DISC Foundation, നമ്മുടെ ഓർഗനൈസേഷൻ, if we are going to be successful. ഈ DISC ഫൗണ്ടേഷനും ഇൻ്റർപോളുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അവരുടെ പെർമിഷനോട് കൂടിയാണ് ഞാനിത് വായിക്കുന്നത്. മറ്റൊന്ന്, ഞാൻ 2006 ഞാൻ ഒരു IT എക്സ്പേർട്ടാണ്. 2006 ഞാൻ ആദ്യത്തെ ഒരു ഓർഗനൈസേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്തു. അതൊരു NGO അല്ല, അതൊരു ജസ്റ്റ് ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആയിരുന്നു. സാലോ എന്ന് പറഞ്ഞിട്ട് സേവ് അവർ ലിറ്റിൽ വൺ, സോളോ എന്ന് പറഞ്ഞിട്ട് ആദ്യം സേവ് എന്താണ് ഓൾ ലിറ്റിൽ വൺ എന്ന് പറഞ്ഞുള്ള സേവ് എ ലിറ്റിൽ വൺ എന്ന് പറയുന്നതായിരുന്നു. പിന്നെ അത് മാറ്റി സോളോ എന്നാക്കി. അത് കുറച്ചൊക്കെ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഒരു ഫോർമലായിരുന്നില്ല. 2013 ഇത് വളരെയധികം വ്യാപകമായി 2013-2014 ആയപ്പോൾ ഞാൻ എൻ്റെ ജോലി അഡ്നോക്കിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഈ 2 NGOസും ഇന്ത്യയിലും UAE-യിലും സ്റ്റാർട്ട് ചെയ്തത്. സോ ഇന്ത്യയിലുള്ള ഓർഗനൈസേഷൻ്റെ പേര് DISC ഫൗണ്ടേഷൻ, UAE-യിലുള്ള ഓർഗനൈസേഷൻ്റെ പേര് എമിറേറ്റ് സേഫർ ഇൻ്റർനെറ്റ് സൊസൈറ്റി. ഈ 2 ഓർഗനൈസേഷൻ്റെയും പ്രധാന ഉദ്ദേശം ഇത് തന്നെയായിരുന്നു, ടു എസ്റ്റാബ്ലിഷ് ചിൽഡ്രൻ ടു എസ്റ്റാബ്ലിഷ് NGOs in both sides to protect the children on the internet. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. യുണിസെഫ്, ഇൻ്റർപോൾ, അതുപോലെ തന്നെ ഡൽഹിയിലെ പോലീസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡൽഹിയിൽ വർക്ക്ഷോപ്പുകൾ, അതുപോലെ തന്നെ വേരിയസ് പ്രോഗ്രാംസ് ഹാസ് കണ്ടക്റ്റഡ് മെയിൻലി ഓൺ ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ. ഇൻ്റർപോളിൻ്റെ ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പിലെ മെമ്പറാണ് ഞാൻ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ UAE-ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കപ്പിൾ ഓഫ് പ്രോഗ്രാംസ് ആർ ഈ മെയിൻലി ഇതിനെപ്പറ്റിയുള്ള കൃത്യമായ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക, സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, ടെക്നോളജി കൊണ്ടുവരിക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇവ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ഫാക്റ്റ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. UAE-യുടെ ഓർഗനൈസേഷനാണ് ഇത്. UAE-യുടെ ഓർഗനൈസേഷൻ ഞങ്ങളുടെ ബോർഡ് മെമ്പേഴ്സാണ്. ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത്, UAE-യുടെ മിഷൻ എന്ന് പറയുന്നത് ടു ബി എ സസ്റ്റൈനബിൾ, വിഷൻ എന്ന് പറയുന്നത് ടു ബി എ സസ്റ്റൈനബിൾ ആൻഡ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ഹബ് ഫോർ ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ ബൈ 2021. അതിനുവേണ്ടി ഉള്ള എല്ലാ സഹായവും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഹെൽപ്പ് ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിസിറ്റ് ചെയ്ത ഓർഗനൈസേഷൻസ് ഇൻ്റർപോൾ, യുണിസെഫ്, FBI-യുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ITU, ഹോളണ്ട് പോലീസ്, അങ്ങനെ പല ഓർഗനൈസേഷനും പല പ്രധാന വ്യക്തികളെയും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മീറ്റ് ചെയ്ത് ഒരുപാട് സപ്പോർട്ട് അവർ നമുക്ക് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട്. വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ ഇൻ 2016 ഇവിടുത്തെ UAE-യുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും മിനിസ്റ്റർ ഓഫ് ഇൻറ്റീരിയർ ഹാസ് പേഴ്സണലി സൈൻഡ് ആൻഡ് സെൻഡ് മീ ടു മെക്സിക്കോ ഫോർ എ വർക്ക്ഷോപ്പ്. ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു വർക്ക്ഷോപ്പിന് വേണ്ടി, ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുത്ത ഈ വർക്ക്ഷോപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡെലിഗേഷനായിട്ട് പോകാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ടാവും. UAE-യുടെ വേരിയസ് പോലീസിങ് ഓർഗനൈസേഷനുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ദുബായ് പോലീസും അബുദാബി പോലീസും ഒക്കെ ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട ഒരുപാട് സഹായങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു അവാർഡ് അടക്കം എനിക്ക് കിട്ടി. ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദിൻ്റെ ഒരു അവാർഡ് എനിക്ക് കിട്ടി. ഈ അവാർഡ് മേടിക്കുന്ന വൺ ഓഫ് ദ നോൺ UAE നാഷണൽ ഞാൻ മാത്രമാണ്. അതിനകത്ത് ബാക്കിയുള്ളവരെല്ലാം UAE നാഷണൽസാണ്. എനിക്കതിൽ വളരെ സന്തോഷത്തോടു കൂടിയ അവാർഡ് ഞാൻ സ്വീകരിക്കേണ്ടായി. റൈറ്റ്, എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? 2-3 കാര്യങ്ങളാണ്. ഞാൻ പ്രധാനപ്പെട്ട 3 കാര്യത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒന്ന്, ട്രാക്കിംഗ് ഓൺലൈൻ സെക്സ് ഒഫൻഡേഴ്സ്.
ഓക്കെ, നമ്മുടെ നാട്ടിലേക്ക് കുട്ടികളെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നാഷണൽ തലത്തിലുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഇതൊന്നും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഓൾറെഡി പല എസ്റ്റാബ്ലിഷ്ഡ് കൺട്രികളിലും, പർട്ടിക്കുലർലി UAE പോലെയുള്ള രാജ്യങ്ങളിൽ ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ എക്സിസ്റ്റിംഗ് സാധനത്തിന് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ മതി. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊരു റീഇൻവെൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വേണ്ടി വരുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ഇന്ത്യൻ പോലീസിന് ഓർ കമ്പനികൾക്കും കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രവർത്തനങ്ങളുണ്ട്. അതാണ് പ്രധാനപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഇന്ത്യൻ സെൻറ്റർ ഫോർ മിസ്സിംഗ്. അപ്പം അടുത്തത് നമുക്ക് വേണ്ടതൊരു നാഷണൽ ഡാറ്റാബേസ്. ഇൻ്റർപോൾ അതിൻ്റെ ഇമെയിലിൽ പറഞ്ഞിരുന്നല്ലോ, യു ഡോണ്ട് ഹാവ് എ നാഷണൽ ഡാറ്റാബേസ്. നമുക്കൊരു നാഷണൽ ഡാറ്റാബേസ് ഇല്ല. ഒരു കുട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലോക്കൽ പോലീസിലാണ് ഇൻഫോം ചെയ്യുന്നത്. ലോക്കൽ പോലീസിൻ്റെ കയ്യിലാണ് അതിൻ്റെ കസ്റ്റഡി ഉള്ളത്. പിന്നെ അത് നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയിലേക്ക് പോകും. ഇതിനെ ഫോളോ അപ്പ് ചെയ്യാൻ NGOസിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും പോലീസിംഗ് ഓർഗനൈസേഷൻ്റെയും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള നഷ്ടപ്പെടുന്ന കുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കൃത്യമായ ഒരു സെറ്റപ്പ് നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് സത്യം. അതിനാണ് ഒരു പ്രപ്പോസ്ഡ് ഇന്ത്യൻ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ, അതായത് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്. ആ ഓർഗനൈസേഷൻ്റെ സഹായത്തോടു കൂടി അവരുടെ പൂർണ്ണമായ സപ്പോർട്ടോടു കൂടി നമ്മൾ ഇന്ത്യൻ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. അതൊരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഓരോ കുട്ടികളെ ഫോളോ അപ്പ് ചെയ്ത് കണ്ടുപിടിക്കുവാനും അതിന് പ്രവർത്തനങ്ങൾ ചെയ്യാനും അത് സഹായിക്കുന്നതാണ്. നാഷണൽ സെൻട്രലൈസ്ഡ് മിസ്ഡ് ചിൽഡ്രൻ മിസ്സിംഗ് ചിൽഡ്രൻ റിപ്പോർട്ടിംഗ് ആൻഡ് ട്രാക്കിംഗ് ഡാറ്റാബേസ്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ക്രൗഡ് അലേർട്ട് പോലെയുള്ള ആംബർ അലേർട്ട് എന്ന് പറയുന്ന US വളരെ വ്യാപകമായി വളരെ എഫക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ആംബർ അലേർട്ട് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മൊബൈൽ കണക്ഷനിലേക്കും അതുപോലെ തന്നെ അതിന് താല്പര്യമുള്ള ആളുകളുടെ അടുത്തേക്ക് സ്പ്രെഡാവുകയും ആ കുട്ടിയെ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്, നമ്മളിപ്പോൾ ആൾക്കാർ വാട്സപ്പ് വഴി ഇന്ന കുട്ടിയെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒക്കെ വാട്സപ്പ് വഴി അയക്കുമ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കുട്ടിയെ കിട്ടിയാലും പിന്നെ ആ കുട്ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. കാരണം പുറത്തിറങ്ങുമ്പോൾ വീണ്ടും പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കുന്ന ഒരവസ്ഥ പണ്ടേതൊരു ചെറിയൊരു തമാശ സിനിമയിൽ കണ്ടിരുന്നത്. അതുപോലെ ഈ ആംബർ അലേർട്ടിൽ ഇങ്ങനെ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഫോമാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ കഴിയും. ചൈൽഡ് അബ്യൂസ് മെറ്റീരിയൽസ് റിപ്പോർട്ടിംഗ് ആൻഡ് ടേക്ക് ഡൗൺ സിസ്റ്റം, അതായത് ഇത് ഇപ്പോൾ പറഞ്ഞ ചൈൽഡ് അബ്യൂസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ആലോചിക്കണം, അത് പോർണോഗ്രാഫിക് മെറ്റീരിയൽസ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്ന ഈ പോർണോഗ്രാഫിക് മെറ്റീരിയൽസ് ഇൻ്റർനെറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുവാനും അത് സ്പ്രെഡ് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുവാനും ഉള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പല ഫോമുകളും പല ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. UAE വളരെ ഗുഡ് എക്സാമ്പിളാണ് ഇതിനകത്ത്. ആ സംഭവത്തെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് പ്രചരിപ്പിക്കുന്നത് നമുക്ക് തടയാൻ കഴിയും. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഫേസ്ബുക്ക് പോലെയുള്ള കമ്പനികൾ ഇതിന് വളരെയധികം സന്നദ്ധരാണ്. നമ്മളുടെ ഭാഗത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇന്ത്യയിൽ അതിന് വേണ്ട സെറ്റപ്പുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. നാഷണൽ റിപ്പോർട്ടിംഗ് ഹോട്ട്ലൈൻ നമുക്ക് ആവശ്യമാണ്. വിക്ടിം ഐഡൻറ്റിഫിക്കേഷൻ ലാബ് ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒരു വിക്ടിം ഐഡൻറ്റിഫിക്കേഷൻ ലാബോ അല്ലെങ്കിൽ ഒരു ഹോട്ട്ലൈനോ ഇല്ല. നമ്മൾ ഉപയോഗിക്കുന്നത് UKയുടെ ഒരു ഹോട്ട്ലൈൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ടിംഗ് നടക്കുന്നത്. ഇൻ്റർനാഷണൽ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഇമേജ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ഇൻ്റർപോളിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതുമായിട്ട് നമ്മുടെ ഗവൺമെൻറ് കണക്ട് ചെയ്യുവാനും അതിലേക്ക് ഇങ്ങനത്തെ ഇമേജുകൾ വരുന്ന സമയത്ത് ആ ഇമേജുകളുടെ DNA ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. ഇതിനൊക്കെ അപ്പുറത്തോട്ട് നമ്മുടെ പോലീസുകാരെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു വേദിയും ഇതിനകത്ത് വേണ്ടി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2014 ഞാൻ FBI ഇൻവൈറ്റേഷൻ വെച്ചുകൊണ്ട് ഞാൻ US പോവുകയുണ്ടായി. അന്ന് അവിടെ ചെന്ന സമയത്ത് അവർ വളരെയധികം നമ്മളോട് താല്പര്യപ്പെട്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ എന്ത് സഹായം വേണമെങ്കിലും ഇന്ത്യക്ക് ചെയ്തു തരാൻ വേണ്ടി, ഇന്ത്യക്കും UAEക്കും ചെയ്തു തരാൻ വേണ്ടി അവരെനിക്ക് അയച്ച ഇമെയിലാണ് FBI want to collaborate with our organization. അതിനുള്ള ഒരു തെളിവാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ടെക്നോളജി കൊളാബറേഷൻ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് ടെക്നോളജി കൊളാബറേഷൻ. നമ്മളുടെ ടെക്നോളജിക്ക് മാത്രമേ എന്തെങ്കിലും ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡീപ്പ് സൈബർ ഫോറൻസിക് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയോ, ഈ സാധാരണഗതിയിൽ ഇവർ ചെയ്യുന്ന ഈ അബ്യൂസേഴ്സ് ചെയ്യുന്നൊരു പരിപാടി നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വിവരമില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇതിൻ്റെ ബുദ്ധിമാന്മാരായ പലരും ഈ വിഷയത്തിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരിക്കലും ഒരു കമ്പ്യൂട്ടറിൽ ഇത് സ്റ്റോർ ചെയ്യില്ല. അവർ സ്റ്റോർ ചെയ്യുന്നത് ചെറിയ ഫ്ലാഷ് മെമ്മറികളിലാണ്. അത് അവരെടുക്കുമ്പോൾ പെട്ടെന്നൊരു എൻക്വയറിയോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഇതെടുത്തിട്ട് അവർ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒളിപ്പിച്ച് വയ്ക്കും. ടേബിളുകളിലോ എൻ്റെ ഇടയിലേക്ക് ഇത്ര പോകുന്ന മെമ്മറി കാർഡ്, ഒരു 128 മെമ്മറി കാർഡൊക്കെ ഒളിപ്പിച്ച് വെക്കാമല്ലോ. ഇത് വെച്ചുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ഇവരിത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ തെളിവുകളില്ലാതെ
ഇവരെ ശിക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആവശ്യകതയാണ്. അപ്പോൾ അവർ ചെന്ന സമയത്ത് അവർക്ക് തെളിവ് കിട്ടില്ല, അങ്ങനെ കേസ് തള്ളിപ്പോകുന്ന എത്രയോ കേസുകൾ US-ലുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡീപ്പ് സൈബർ ഫോറൻസിക് കപ്പാസിറ്റി നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ സൈബർ ഡോം നല്ലൊരു ഗുഡ് എക്സാമ്പിളാണ് ഈ വിഷയത്തിൽ. ഞാൻ റിയലി അപ്രീഷിയേറ്റ് വിഷയത്തിൽ നമ്മുടെ കേരള പോലീസിനെയും ഗവൺമെൻറ്റിനെയും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഇത് ഒന്നും കൂടെ നമുക്ക് വ്യാപകമായി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർനാഷണൽ സപ്പോർട്ടേഴ്സ് ഉണ്ട്, ഇതുപോലെ ടെക്നോളജി സപ്പോർട്ടേഴ്സ്. അപ്പോൾ ഇതിനൊക്കെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി, അത് ബ്രിഡ്ജ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഫോട്ടോ DNA, മൈക്രോസോഫ്റ്റിൻ്റെ ഫോട്ടോ DNA ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റും. നെറ്റ് ക്ലീൻ പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. P2P പോയ്സണിങ് അത് പലപ്പോഴും സ്പ്രെഡ് ചെയ്യുന്നത് പിയർ ടു പിയർ നെറ്റ്വർക്കുകളിലൂടെയാണ്, ടൊറൻറ്റുകളിലൂടെയാണ് പലപ്പോഴും ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അതിനെ പോയ്സൺ ചെയ്തെടുത്ത് അതിലൂടെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനും അതിലൂടെ വരുന്ന കാര്യങ്ങൾ ആളുകളെ ക്രാക്ക് ഡൗൺ ചെയ്യാനൊക്കെ ഉള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ FBIയുടെ ഒരു കോയലീഷൻ ഉണ്ട്, അവർക്ക് ടാസ്ക് ഫോഴ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇന്ത്യക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് FBIയുടെ സഹായത്തോടു കൂടി തന്നെ ഇതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പലതും നമുക്ക് ചെയ്യാൻ കഴിയും. സോ വാട്ട് ഈസ് ദ സ്റ്റേക്ക്? ദ സ്റ്റേക്ക് ഈസ് ബേസിക്കലി ഡിസ്ക് ഫൗണ്ടേഷൻ അറിയാമല്ലോ, ഞാൻ അത് ഉണ്ടാക്കിയെടുത്തു, കുറച്ച് മെമ്പേഴ്സൊക്കെ നമുക്കുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർ അതിനകത്ത് നിങ്ങളുടെ സഹായത്തോടു കൂടി, നിങ്ങളുടെ സഹായം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് ഇടുന്നതാണ്. ഇതിന് ശേഷം അതിനകത്തൊരു മെസ്സേജ് ഇടാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കണം നിങ്ങൾ. ഒന്നെങ്കിൽ എനിക്ക് അതിനകത്ത് ക്ലാസ് എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇതിനകത്ത് എന്നെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും, ഫൈനാൻഷ്യലി സഹായിക്കാൻ കഴിയും. ഇതൊരു NGO ആണ്, ഇന്ത്യയിൽ രജിസ്റ്റേർഡ് NGO ആണ്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടുത്ത സ്ലൈഡിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് ഇടാം. മാത്രമല്ല ഈ വീഡിയോ സ്പ്രെഡ് ചെയ്യുക. നമുക്ക് പലതും ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ ലോകവും അറിയട്ടെ. നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഒരു നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. എന്നെ ലിസൺ ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.